ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദുഷ്ടനെ ഭത്സിക്കുന്നവൻ കറ പറ്റുന്നു എന്നുള്ളതാണ്. തിന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന അഹങ്കാരികളായ ആളുകളെ ശാസിക്കുവാനായിട്ട്, തിരുത്തുവാനായിട്ട് നാം പരിശ്രമിക്കുന്നുവെങ്കിൽ നാം കറ പറ്റുന്നവരായിത്തീരുമെന്ന് പറഞ്ഞാൽ അവർ നല്ലവരും നാം മോശക്കാരുമായിത്തീരുന്നതിന് അത് കാരണമായിത്തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലല്ലേ. പല മണ്ഡലങ്ങളിലും നാം ചില ആളുകളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവരെ തിരുത്തുവാനായിട്ട്, അവരെ ഗുണീകരിക്കുവാനായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന വൈരാഗ്യം നിമിത്തം നാം മോശക്കാരും അവർ ശ്രേഷ്ഠന്മാരുമായി തീരുന്ന അനവധി ചരിത്രങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കണ്ടെന്നു വരാം. നാം ഒറ്റ കാര്യമാണ് ആഗ്രഹിച്ചത്: അവർ തകർന്നു പോകാതിരിക്കണം, അവർ തിരുത്തപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ അവർ തിന്മ മാത്രം കൈമുതലാക്കി ജീവിക്കുന്നതുകൊണ്ട്, ദുഷ്ടത മാത്രം കൈമുതലാക്കി ജീവിക്കുന്നതുകൊണ്ട്, അവർക്ക് അതിനോട് കൂടുതൽ പ്രിയമുള്ളതുകൊണ്ട് അവർക്ക് നമ്മളോട് വൈര്യമുണ്ടാകുന്നു, അവർക്ക് നമ്മളോട് കോപം ജ്വലിക്കുന്നു. തൽഫലമായി നാം മോശക്കാരും അവർ ശ്രേഷ്ഠന്മാരുമാണെന്ന് സമൂഹത്തിന് മുമ്പിൽ വരുത്തി തീർക്കുവാൻ പരിശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാം രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ മുഴുവനും തിന്മയും ദുഷ്ടതയും കൈമുതലാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആഹാബ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് കാണുന്നുണ്ട്. നീതിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ ജീവിക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന ഭക്തനായ പ്രവാചകനെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഏലിയാവ് ആഹാബിനോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്: ഈ ഭൂമിയിൽ മഴ പെയ്യാത്തത്, ക്ഷാമം കടന്നു വന്നിരിക്കുന്നത്, പട്ടിണിയും വേദനകളും കടന്നു വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ നീയാണ് കാരണക്കാരനെന്നും നീ തിരുത്തണമെന്നും പറയുവാൻ പരിശ്രമിക്കുമ്പോൾ അത് ഞാനല്ല, നീയാണ് കാരണക്കാരനെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു പരത്തുവാൻ പരിശ്രമിക്കുന്ന ഒരാഹാബിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഏലിയാവ് എന്താണ് ചെയ്തത്? ആഹാബ് ഏലിയാവുമായുള്ള സംഭാഷണത്തിന് മുമ്പിൽ കൃത്യമായ തലത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്: നമ്മൾ ആരാണ് രാജ്യത്ത് മഴ പെയ്യാത്തതിൻ്റെയും രാജ്യത്ത് ക്ഷാമം കടന്നുകൂടിയതിൻ്റെയും പിന്നിലെ കാരണക്കാരനെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയപ്പെടട്ടെ. വാക്കുകൾ കൊണ്ട് ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞെന്ന് വരാം, നീയാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും രക്ഷപ്പെടുവാൻ കഴിഞ്ഞെന്ന് വരാം. നമുക്കിടയിൽ ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാഗം കഴിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് കടന്നു വരികയാണ്. ആ യാഗാർപ്പണത്തിൽ ആഹാബ് കഴിച്ചതായ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായില്ല. അങ്ങനെ വേദനപ്പെട്ടു നിൽക്കുമ്പോൾ ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃത്യമായ തലത്തിൽ യാഗപീഠം പുതുക്കിപ്പെടുത്, അതിൽ യാഗമൃഗത്തെ വെച്ച് യാഗം കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുകയും യാഗപീഠവും ആ മണ്ണും ദഹിച്ചു പോകുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കേവലം വാക്കുകൾ കൊണ്ട് തർക്കിക്കുകയാണെങ്കിൽ ഏലിയാവ് മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. കാരണം ആഹാബ് ഒരുപാട് മണ്ഡലങ്ങളിൽ വാദിച്ചും തർക്കിച്ചും ജയിച്ചിട്ടുള്ളയാളാണ്. ആഹാബ് തെറ്റ് ഏറ്റെടുക്കുവാൻ മനസ്സുള്ളയാളല്ല, ആഹാബ് കുറ്റം ഏറ്റെടുക്കുവാൻ ഇഷ്ടമുള്ളയാളല്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആഹാബ് എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ച് മുൻപോട്ട് പോകുകയുള്ളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെട്ടപ്പോൾ ശരിക്കും ആരാണ് കുറ്റക്കാരനെന്ന് തെളിയപ്പെടുന്ന ഒരു മണ്ഡലം വെളിപ്പെട്ട് വരുന്നത് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടനെ നാം ശാസിക്കാൻ, തിരുത്താൻ പരിശ്രമിക്കുന്നു എങ്കിൽ നാം അധികം പോഷന്മാരായി തീരുകയോ, നാം കുറ്റക്കാരായി തീരുകയോ, നാം മോശക്കാരായി തീരുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആഴമായ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുകയാണ് ഏറ്റവും ഉത്തമമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ദുഷ്ടനെ ഭത്സിച്ചിട്ട് ഞങ്ങൾ കറ പറ്റിയവരായി തീരാനല്ല,
ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുവാനും ദുഷ്ടനെ ഭക്ഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പകരണം. ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.